ഹലോ, വീണ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഓവർനൈറ്റ് ഓട്സ് ആണ് ഉണ്ടാക്കുന്നത്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം നല്ലതാണിത്. നമ്മൾ അതിനാവശ്യമായ കുറച്ച് ഫ്രൂട്ട്സുകളാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതാ ഓട്സ് എടുത്തിട്ടുണ്ട്. ഞാൻ ഹോർലിക്സിൻ്റെ ഓട്സാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ സിയ സീഡ്സ് എടുത്തിട്ടുണ്ട്, ഹണി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്. തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്കൊരു കണ്ടെയ്നറാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം നല്ലതാണ്. ആദ്യം തന്നെ കണ്ടെയ്നറിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഹോർലിക്സിൻ്റെ ഓട്സാണ് എടുത്തിരിക്കുന്നത്. ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അതേപോലെ തന്നെ സിയ സീഡ്സ് ഇത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായ തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മേപ്പിൾ സിറപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. അതേപോലെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അതേപോലെ തന്നെ ഒരു ഗ്ലാസ് പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ. കുറച്ച് തണുത്തതാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. പിന്നെ ഫ്രൂട്ട്സായിട്ട് നമ്മൾ മാതള നാരങ്ങ, അതേപോലെ തന്നെ മുന്തിരി, ആപ്പിളിൻ്റെ തോല് ചെത്തിയത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാം. ഞാൻ ഡയറക്റ്റായിട്ടാണ് ഇടുന്നത്. പിന്നെ വേണ്ടത് ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് എനിക്കിഷ്ടമാണ്, അത് കാരണം ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഇടാം. അതേപോലെ തന്നെ മുകളിലൊരു ചെറിയ ഒരു അര സ്പൂണോളം തേൻ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അടച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ. മോർണിംഗിൽ എടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഞാൻ എടുക്കുന്നത്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനൊന്ന് കഴിച്ച് നോക്കുകയാണ് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ മധുരം കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ.